ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ കുഞ്ഞായെ വിളിക്കാനായിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്. വെയിൽ കാരണം എന്താ കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. കണ്ടോ, ആറാണ് ഗെയ്സ്. ആറിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് കാണിച്ചു തരാവേ. ഇത്രയേ ഉള്ളൂ വഴി. കണ്ടോ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വഴി. ചെറിയ വഴിയാണ് കേട്ടോ. ഒരു വീടിൻ്റെ അതിലെ പറമ്പിൽ കൂടെ ഇറങ്ങിയാണ് കേട്ടോ ഇത് പോകുന്നത്. അപ്പോൾ മെയിൻ റോഡ് വേറെ ഉണ്ട്. മെയിൻ റോഡിൽ കൂടെ ഞാൻ പോകത്തില്ല, ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെ ആകുമ്പോഴത്തേനും മരവും ഒക്കെ ഉള്ളതുകൊണ്ട്, ചെറിയ തണലൊക്കെ ഉള്ളതുകൊണ്ട് ഈ വഴിയാണ് കേട്ടോ ഇപ്പോൾ കുഞ്ഞായെ വിളിക്കാനായിട്ട് പോകുന്നത്. പാമ്പൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലെന്ന് ഓർത്ത് ഒരു കമ്പെടുത്ത് ഇങ്ങനെ അടിച്ചടിച്ചാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഈ ചേരയൊക്കെ ഇല്ലേ, അതൊക്കെ കാണും ഈ പറമ്പിൻ്റെ അകത്തെ. എന്നിട്ട് വേണ്ടേ, ഞാൻ ഇതുപോലെ വെള്ളം, ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നതാ, വറ്റി. വെയിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വറ്റിയതാണ് കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞായെ വിളിച്ചുകൊണ്ട് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ അളിയൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അതായത് ഇളയ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. പോയിട്ട് അവിടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ 11 നാളെ. അപ്പോൾ അവിടെ ചെറിയ രീതിക്ക് പൂജയും അതും ഇതുമൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരത്തിന് അവിടോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പോയി കുഞ്ഞായെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് കാണിക്കാവേ. അപ്പം ഞാൻ കുഞ്ഞായെയും വിളിച്ചുകൊണ്ട് താന്നിമൂട് ചെല്ലുമ്പോഴത്തേനും അമ്മച്ചി അങ്ങോട്ട് വന്നോളും കേട്ടോ. വന്നിട്ട് അവൻ അവിടെ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ട്, അവിടെ ഒരു അപ്പൂപ്പൻ്റെ കടയുണ്ട്, അപ്പോൾ അവിടുന്ന് ജ്യൂസോ എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് ഓട്ടോയ്ക്ക് കയറി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചേക്കും കേട്ടോ. ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, ഭയങ്കര വെയിലിപ്പം. സമയം 2:45 കേട്ടോ. 3 മണി 3:30 ആകുമ്പോഴത്തേന് കുഞ്ഞായ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ സമയമാകും. അപ്പം ഞാൻ മെയിൻ റോഡിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതിയേ അംഗൻവാടിയിലോട്ട്. അയ്യോ, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടും ഒക്കെ ഉണ്ടോയെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. അപാര ചൂട് തന്നെയാണ് ഇപ്പോൾ ഈ സമയം. ഉച്ച സമയത്തും രാവിലെ ഒന്നും പണിക്ക് പോലും ആരും ഇറങ്ങുന്നതൊന്നും അത്ര സേഫല്ല. സൂര്യാഘാതമൊക്കെ ഏൽക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞാടെ അംഗൻവാടി എത്തിയേ. പോയി ബാഗ് എടുത്തിട്ട് വാ. അപ്പവോ? അപ്പം എന്തെന്നോ? ആ, പിള്ളേര് തന്നില്ലേ? അപ്പോൾ താന്നിമുട്ടി വെച്ച് അമ്മയും കണ്ടു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് അപ്പോൾ ഫ്രഷ് ലൈമും പറഞ്ഞു. പിന്നെ കുഞ്ഞായിക്ക് ചായ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതും മേടിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, കടയിലകത്തോട്ട് കയറിയിട്ട് ഇരുട്ടായിരുന്നു കേട്ടോ, ഭയങ്കര ഇരുട്ടായിരുന്നു. പക്ഷേ ലൈറ്റ് ഇട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് കേട്ടോ. എന്നിട്ട് പിന്നെ ഉള്ളിവടയാണ് കേട്ടോ കുഞ്ഞാ കഴിച്ചത്. പൊട്ടിക്ക് ഉള്ളിവട വേണമെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞായിക്ക് മേടിച്ചു. മീറ്റ് റോൾ ഉണ്ടായിരുന്നു കേട്ടോ. മീറ്റ് റോൾ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ സോസ് ഇല്ലായിരുന്നു. എന്നിട്ട് പിന്നെ മീറ്റ് റോൾ മേടിച്ചില്ല, ഉള്ളിവട മേടിച്ചിട്ട് ഞാനും അമ്മയും പാതി കഴിച്ചു കേട്ടോ. ഞങ്ങൾ ചോറുണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു. പിന്നെ ദാഹിച്ച് വലഞ്ഞു പോയായിരുന്നു. അപ്പം പിന്നെ ഫ്രഷ് ലൈം കുടിച്ചു. ഇത് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അമ്മയും കുഞ്ഞായും പിന്നെ കുഞ്ഞപ്പനും മോനാച്ചനും കൂടെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് കുറച്ച് മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് മേടിക്കാനായിട്ട് പോയി. ആ സമയം കൊണ്ട് ഞാനിത് കുടിച്ച് തീർത്ത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ ചെന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് ചെന്നു. അപ്പോഴത്തേക്ക് അവിടുത്തെ കുടുംബയോഗംകാരൊക്കെ അവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് അപ്പം തന്നെ ഓട്ടോ കിട്ടിയായിരുന്നു. എന്നിട്ട് ഓട്ടോയിൽ കയറിയിട്ട് അവിടെ വീട്ടിലോട്ട് ചെന്നു. പിന്നെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തിട്ട് രാത്രിയായപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.